തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആശ്വാസമായി പീച്ചി മേഖല കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടെ അല്പനേരം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പീച്ചി മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടെ അല്പനേരം പരിപാടി സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് 29 വർഷം മുൻപ് കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാർ നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മോദി സർക്കാർ മാറ്റുകയും പുതിയ ബില്ലിലൂടെ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുന്ന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന ആശങ്ക തൊഴിലാളികൾ പങ്കുവച്ചു. മാസങ്ങളായി കൂലി ലഭിച്ചിട്ടില്ല എന്നും മസ്ട്രോളിൽ തൊഴിൽ ദിനങ്ങൾ കൂട്ടി ലഭിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബു തോമസ് കൂടെ അല്പനേരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KP എൽദോസ് അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ വിഭാവനം ചെയ്യുന്നതിന്റെ ഭാഗമായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും രാഷ്ട്രീയ ഭേദമന്യേ തൊഴിലുറപ്പ് തൊഴിൽ ഇടങ്ങളിൽ കൂടെ അല്പനേരം എന്ന പരിപാടി നടത്താനാണ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യ സംഗമമാണ് കണ്ണാറ വാർഡിൽ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ഷിബു പോൾ, റെജി പാണങ്കുടി, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൗലോസ്, വൈസ് പ്രസിഡന്റ് സജി താനിക്കൽ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ബ്ലസൻ വർഗീസ്, INTUC മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് നിബിൻ ദേവരാജ്, ദളിത് കോൺഗ്രസ് നേതാവ് സുഗു KP, വാർഡ് പ്രസിഡന്റ് ജോർജ് പേഴുങ്കാലയിൽ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി. പിന്നെ പണി 100 പണി എന്ന് പറയുന്നത് കയ്യാലക്കെട്ട് എല്ലായിടത്തും ഉണ്ടാവില്ല. എല്ലാവിടെ വളപ്പിൽ കല്ല് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ചാലുകള്, വഴികള്, വഴിയോരങ്ങളൊക്കെ നമുക്ക് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നടക്കാൻ വളരെ എളുപ്പമായി. പാമ്പും ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വഴികള്, അതുപോലെ ചാലുകള്, എവിടെയൊക്കെ വഴികളുണ്ട് നമ്മുടെ ഈ വാർഡിലെ വഴികളൊക്കെ വൃത്തിയാക്കി കൊണ്ടുപോയി നമുക്ക് അതിനുള്ള തൊഴിൽ ദിനങ്ങൾ വല്ലവൻ്റെ ഉള്ളവരുടെ വളപ്പ് പാടുന്ന കൊടുത്ത് നമുക്ക് ഒരു ഉപകാരമില്ല. ഇല്ലാത്തവന്റെ വളപ്പ് പണിയണം. ഇതുപോലെ തൊഴിൽ നമ്മുടെ ചാല്, അതുപോലെ റോഡുകൾ, റോഡ് സൈഡിലുള്ള ചാലുകളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളങ്ങളുടെ ശല്യം ഉണ്ടാവില്ല, റോഡ് നാശാവില്ല. അതിനൊക്കെ ഉപകാരങ്ങളുണ്ട്. തൊഴിലുറപ്പ് നിലനിർത്തി കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് പാവങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി, അതായത് ഭർത്താക്കന്മാർക്ക് ഒരു സഹായം കിട്ടുന്നതിന് വേണ്ടി സ്ത്രീകളെ രംഗത്തേക്ക് ഇറക്കുക. അവർ ഏറ്റവും പാവപ്പെട്ടവർക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി ചെയ്തൊരു പദ്ധതിയാണ്. ആ പദ്ധതി കോടിക്കണക്കിന് ആളുകൾ ഇന്ന് ഇതിൻ്റെ ആനുകൂല്യം മേടിക്കുന്നുണ്ട്. പക്ഷെ അത് മൊത്തത്തിൽ നിർത്തലാക്കുമ്പോൾ എല്ലാവരും വെറുതെ വീട്ടിൽ ഒതുങ്ങിയിരിക്കണം, ആ ഒരു സാഹചര്യത്തിലേക്ക് വരണം. അപ്പോൾ അത് നമുക്ക് മാറ്റണം. അതിന് നമ്മളെല്ലാവരും ഇടപെട്ട് സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ എല്ലാവരും നേരിൽ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് KP എൽദോസ് മാറ്റി. അപ്പോൾ പേര് മാറ്റൽ തുടങ്ങി ഈ പദ്ധതിയിലെ മൊത്തത്തിൽ വലിയൊരു മാറ്റം വരുത്തുന്നു. മഹാത്മാഗാന്ധിയുടെ പേരിൽ നിന്ന് തുടങ്ങി ഈ പദ്ധതിക്ക് ഒരു മൊത്തത്തിലൊരു മാറ്റം വരുത്തുക. അതിലൊരു പ്രധാന പ്രശ്നം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് 2 മാസം ഇനി പണിയില്ലാത്തൊരു സമയം വരാൻ പോകും. അത് ഓരോ സംസ്ഥാനത്തും കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. ഇവർ പറയുന്നത് വെച്ചപ്പോൾ നമ്മൾ നെല്ല് വിതയ്ക്കുന്ന സമയം, അല്ലെങ്കിൽ മറ്റ് ചോളവും പോലുള്ള നടുന്ന സമയം, അങ്ങനെ ഒരു കൃഷിപ്പണിക്കുള്ള സമയത്ത് ഈ വർക്ക് നിർത്തിവെക്കും. അത് ചിലപ്പോൾ നമുക്ക് നല്ല പണിയുള്ള സമയത്തായിരിക്കും ഈ പണീനെ നിർത്തി വയ്ക്കാൻ പോകും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഈ മേഖലയിലേക്ക് സർക്കാർ ആലോചിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് മൊത്തം എത്ര പേരുണ്ടായിരുന്നു? ഒരു 50-60 പേരുണ്ടായിരുന്നില്ലേ? 60 പേരിൽ എല്ലാവരും 100 തികഞ്ഞു. 10-20 പേരും കൂടി 100 തികയാനുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിൽ പലരും 100 തികയും. പക്ഷേ ഇങ്ങനെ 2 മാസം വർക്ക് നിർത്തി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും 100 എത്താൻ പറ്റില്ല. ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് മസ്ട്രോൾ അടിച്ച് കിട്ടില്ല, വർക്ക് ടൈറ്റ് വരും. പിന്നെ പല പണികൾക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾക്ക് മാറ്റം വരും. ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിൽ അമ്മമാരായിട്ടുള്ള സഹോദരിമാർ നമ്മൾ സംഘടിച്ചുകൊണ്ട് നമുക്ക് തൊഴിൽ വേണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് നിൽക്കുന്നത്. ഇത് നമ്മൾ എല്ലാ വാർഡിലും എല്ലാ തൊഴിലുറപ്പുകാരായിട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഉപശേഖരണങ്ങൾ സ്വീകരിച്ചുകൊണ്ടും നിവേദനങ്ങൾ സമർപ്പിച്ചുകൊണ്ടും പ്രക്ഷോഭം സംഘടിപ്പിച്ചുകൊണ്ടൊക്കെ നിങ്ങളുടെ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണാൻ വന്നത്. എല്ലാവരും ഒരുമിച്ച് കണ്ടതിന് സന്തോഷം.